വേൾഡ് ഹൈപ്പർ ടെൻഷൻ ദിവസത്തോടനുബന്ധിച്ച് രക്തസമ്മർദ്ദം നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ എങ്ങനെ ആരോഗ്യകരമായി നിലനിർത്താം എന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു ഡോക്ടർ ഷബീൻ ഫ്രം കണ്ണൂർ. ഡോക്ടർ, ഹൈ അല്ലെങ്കിൽ ലോ ബ്ലഡ് പ്രഷറിന്റെ ഏർലി ഡിറ്റക്ഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്? ഏർലി ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുരുതരമായ കോംപ്ലിക്കേഷൻസ് തടയാൻ സഹായിക്കും. എക്സാമ്പിൾ, ഇനീഷ്യൽ തന്നെ നമ്മൾ കണ്ടുപിടിച്ച് കറക്റ്റായിട്ട് ലൈഫ് സ്റ്റൈലുകളും കറക്റ്റായിട്ട് നമ്മൾ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ലൈഫ് സ്റ്റൈല് മാത്രം കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് BP കൺട്രോൾ ചെയ്യാം. പിന്നെ കോംപ്ലിക്കേഷൻസ് തടയാൻ സഹായിക്കും. കൃത്യമായ ഡ്രഗ് ഇൻടേക്ക് എന്നിവ കൊണ്ട് നമുക്ക് ഒക്കെ തടയാൻ പറ്റും. ഹൈപ്പർ ടെൻഷൻ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡയബറ്റിസ് വരാം. പിന്നെ നമ്മളെ ഓർമ്മക്കുറവ്, ഡിമെൻഷ്യ, ബ്ലൈൻഡ്നസ്, ഇതൊക്കെ നമ്മളുടെ ജീവിത നിലവാരത്തിനെ വളരെ കുറക്കും. കറക്റ്റായി ട്രീറ്റ് ചെയ്ത് നമ്മുടെ ജീവിത ഗുണനിലവാരം ഉയർത്താൻ എന്തായാലും നമ്മളെ ഒക്കെ സംരക്ഷിക്കുന്നതാണ്. ഡോക്ടർ, ഉയർന്ന രക്തസമ്മർദ്ദത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കേണ്ട ആവശ്യമുണ്ടോ? ഹൈപ്പർ ടെൻഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു സൈലന്റ് കില്ലർ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം മിക്കപ്പോഴും ആദ്യഘട്ടങ്ങളിൽ വ്യക്തമായ ലക്ഷണങ്ങൾ കാണിക്കാറില്ല. എന്നാൽ ചിലർക്ക് ചെറിയ തലവേദന, യൂഷ്വലി നമ്മളെ പുറകുവശത്താണ് കൂടുതൽ. പിന്നെ തല ചുറ്റൽ ഉണ്ടാകാറുണ്ട്, ഭയങ്കര ക്ഷീണം അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത ഉണ്ടാകാറുണ്ട്. ചില പേഷ്യൻസ് BP കൂടിക്കഴിഞ്ഞാൽ മൂക്കിൽ നിന്ന് ചോര വരുന്നതും കാണാറുണ്ട്. എമർജൻസി കണ്ടീഷൻ ആയിട്ടും വരാറുണ്ട് ചില ആൾക്കാർ. ആ കണ്ടീഷൻ എന്ന് പറയും പൾമണറി എഡിമ. അത് വളരെ ശ്വാസം മുട്ടി നമ്മളുടെ ലങ്സിൽ ഒക്കെ നീർക്കെട്ടുണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ വളരെ കാഴ്ച മങ്ങൽ, അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലർ, ഹൃദയാഘാതം, ബോധം കെട്ടുപോകൽ, ഇതൊക്കെയാണ് അതിന്റെ വാർണിംഗ് സിംറ്റംസും ആയിട്ട് നമ്മൾ കരുതുന്നത്. ഡോക്ടർ, എന്താണ് ഹൈപ്പർ ടെൻഷൻ? എന്തുകൊണ്ടാണ് അത് ഡേഞ്ചറസ് ആണെന്ന് പറയുന്നത്? ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ രക്തധമനികളിൽ ഒക്കെ രക്തത്തിന്റെ സമ്മർദ്ദം സ്ഥിരമായി വളരെ ഉയർന്നതാവുന്ന ഒരു ആരോഗ്യാവസ്ഥയാണ്. പിന്നെ ഹൈപ്പർ ടെൻഷന്റെ 3 തരമായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് എലിവേറ്റഡ്, 2 സ്റ്റേജ് 1, പിന്നെ 3 സ്റ്റേജ് 2. എലിവേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സിസ്റ്റോളിക് ഒക്കെ BP 120 to 129 ആയിരിക്കാം. ആൻഡ് ഡയസ്റ്റോളിക് BP ഷുഡ് ബി ലെസ് ദാൻ 80. സ്റ്റേജ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 130 to 139 സിസ്റ്റോളിക്, അല്ലെങ്കിൽ ഡയസ്റ്റോളിക് BP 80 to 89. ഇത് കൺട്രോൾ ആക്കാതെ കുറെ വിട്ട് കഴിഞ്ഞാൽ കൂടുതൽ കോംപ്ലിക്കേഷൻസിൽ ചെന്നെത്തും. സ്ട്രോക്ക് വരാം നമുക്ക്, പിന്നെ ഹൃദയാഘാതം അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലർ ഉണ്ടാകാം. ഡോക്ടർ, ഇന്ത്യയിൽ ഉയർന്ന BP എത്രത്തോളം സാധാരണമാണ്? ആൻഡ് ഹൈപ്പർ ടെൻഷന്റെ കോമൺ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ആക്ച്വലി ഇന്ത്യയിൽ നോക്കുമ്പോൾ നമ്മൾ ഏകദേശം ഒരു റഫായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 അഡൽട്ടിനെ എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് അതിൻ്റെ അകത്ത് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം. ഇത് യൂഷ്വലി നമ്മൾ കാണാറ് കൂടുതലും അർബൻ ഏരിയാസിലാണ്, സിറ്റീസിലാണ് കൂടുതൽ. കാരണം അവരുടെ ലൈഫ് സ്റ്റൈലും നമ്മൾ ജങ്ക് ഫുഡും എല്ലാം റിലേറ്റഡ് ആണ്. റൂറൽ ഏരിയയിൽ ആക്ച്വലി കമ്പയർഡ് ടു അർബൻ ഏരിയ ഇറ്റ് ഈസ് ലെസ് ആണ്. പിന്നെ കേരളത്തിലാണെങ്കിൽ ഏകദേശം ഹാഫ് ഓഫ് ദി അഡൽട്ട് പോപ്പുലേഷൻ നമ്മൾ ഹൈപ്പർ ടെൻസീവ് ആണെന്നാണ് പറയുന്നത്. സ്റ്റഡീസ് പറയുന്ന ഏകദേശം 43 to 45% ആണ് പറയുന്നത്. ഏകദേശം ഒരു 78% ആൾക്കാർക്കും അവരുടെ അസുഖത്തിനെ പറ്റി നല്ല അവയർനെസ് ഉണ്ട്. പക്ഷേങ്കിൽ മരുന്നെടുക്കുന്നത് ഓൺലി 60% ആൾക്കാർ മാത്രമാണ്. ഡോക്ടർ, ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മള് മിക്ക ആളിലും കാണുന്നത് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ. അതൊരു കൃത്യമായ കാരണങ്ങൾ നമുക്ക് ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നാലും കൂടുതലും ഇത് പാരമ്പര്യമായി നമ്മൾ കാണാറുണ്ട്. വളരെ നമ്മളുടെ സ്ട്രെസ് അല്ലെ ആങ്സൈറ്റി ഉള്ള ബിഹേവിയർ ഉള്ള ആൾക്കാർക്കും നമ്മൾ ഈ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ കാണാറുണ്ട്. അടുത്തതാണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. ഇത് യൂഷ്വലി ഏകദേശം ഒരു 5 മുതൽ 10% ഉള്ള ആൾക്കാരിലാണ് കാണാറുള്ളത്. ഇത് യൂഷ്വലി ഏതെങ്കിലും ഡിസീസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ ഹോർമോണിന്റെ പ്രോബ്ലം, അതായത് തൈറോയിഡ് ഡിസീസ് എന്നിവയിലൊക്കെ നമുക്ക് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ കാണാറുണ്ട്. പിന്നെ ഒരു പ്രീ എക്ലാംസിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്, അതായത് ഈ പ്രഗ്നൻസിയിൽ മാത്രം കാണാവുന്നതാണ്. ഇതൊക്കെയാണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷന്റെ കാരണം. ഡോക്ടർ, എന്താണ് ഹൈപ്പർ ടെൻഷൻ? എന്തുകൊണ്ടാണ് അത് ഡേഞ്ചറസ് ആണെന്ന് പറയുന്നത്? ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ രക്തധമനികളിൽ ഒക്കെ രക്തത്തിന്റെ സമ്മർദ്ദം സ്ഥിരമായി വളരെ ഉയർന്നതാവുന്ന ഒരു ആരോഗ്യാവസ്ഥയാണ്. പിന്നെ ഹൈപ്പർ ടെൻഷന്റെ 3 തരമായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് എലിവേറ്റഡ്, 2 സ്റ്റേജ് 1, പിന്നെ 3 സ്റ്റേജ് 2. എലിവേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സിസ്റ്റോളിക് ഒക്കെ BP 120 to 129 ആയിരിക്കാം. ആൻഡ് ഡയസ്റ്റോളിക് BP ഷുഡ് ബി ലെസ് ദാൻ 80. സ്റ്റേജ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 130 to 139 സിസ്റ്റോളിക്, അല്ലെങ്കിൽ ഡയസ്റ്റോളിക് BP 80 to 89. ഇത് കൺട്രോൾ ആക്കാതെ കുറെ വിട്ട് കഴിഞ്ഞാൽ കൂടുതൽ കോംപ്ലിക്കേഷൻസിൽ ചെന്നെത്തും. സ്ട്രോക്ക് വരാം നമുക്ക്, പിന്നെ ഹൃദയാഘാതം അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലർ ഉണ്ടാകാം. ഡോക്ടർ,
ഉയർന്ന രക്തസമ്മർദ്ദത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കേണ്ട ആവശ്യമുണ്ടോ? ഹൈപ്പർ ടെൻഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു സൈലന്റ് കില്ലർ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം മിക്കപ്പോഴും ആദ്യഘട്ടങ്ങളിൽ വ്യക്തമായ ലക്ഷണങ്ങൾ കാണിക്കാറില്ല. എന്നാൽ ചിലർക്ക് ചെറിയ തലവേദന, യൂഷ്വലി നമ്മളെ പുറകുവശത്താണ് കൂടുതൽ, പിന്നെ തല ചുറ്റൽ ഉണ്ടാകാറുണ്ട്, ഭയങ്കര ക്ഷീണം അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത ഉണ്ടാകാറുണ്ട്. ചില പേഷ്യൻസ് BP കൂടിക്കഴിഞ്ഞാൽ മൂക്കിൽ നിന്ന് ചോര വരുന്നതും കാണാറുണ്ട്. എമർജൻസി കണ്ടീഷൻ ആയിട്ടും വരാറുണ്ട് ചില ആൾക്കാർ. ആ കണ്ടീഷൻ എന്ന് പറയും പൾമണറി എഡിമ. അത് വളരെ ശ്വാസം മുട്ടി നമ്മുടെ ലങ്സിൽ ഒക്കെ നീർക്കെട്ട് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ വളരെ കാഴ്ച മങ്ങൽ, അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലർ, ഹൃദയാഘാതം, ബോധം കെട്ടുപോകൽ, ഇതൊക്കെയാണ് അതിന്റെ വാർണിംഗ് സിംറ്റംസും ആയിട്ട് നമ്മൾ കരുതുന്നത്. A public awareness initiative for blood pressure control.